ഹായ് ദേർ. ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. വെൽക്കം ടു ഷിയാബ്സ് വ്ലോഗ്. ആൻഡ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ വാച്ച് ചെയ്യുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുന്നതായിരിക്കും. എല്ലാവരെയും ഞാൻ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിലൂടെ വിശദീകരിക്കുന്നത് present continuous ആണ്. present continuous. So first you have to understand present continuous format, sentence structure എന്നുള്ളത് subject plus am or is or are plus ing ആണ്. Okay, so ആ സെന്റൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് present continuous നമ്മൾ ഉപയോഗിക്കുന്നത് to express an action that is happening at the time of speaking. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള ഒരു അവസ്ഥ അത് തന്നെയായിരിക്കും. ഓക്കെ, സോ ലെറ്റ്സ് ലുക്ക് അറ്റ് സം എക്സാമ്പിൾസ്. ഓക്കെ, നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ യൂസ് ഓഫ് ആം, ഈസ്, ആർ. ആം, ഈസ്, ആർ ഇവയുടെ പ്രയോഗം കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ആം, ഈസ്, ആർ ഇവ മൂന്നിൻ്റെയും മീനിങ് ആകുന്നു അല്ലെങ്കിൽ ആണ് എന്നാണ് ആശയം വരുന്നത്. ഓക്കെ, അപ്പൊ ഇവയ്ക്ക് ഉപയോഗിക്കുന്ന സാഹചര്യം വ്യത്യസ്തമാണ്. അപ്പോൾ ഐ സബ്ജക്റ്റ് വരുമ്പോൾ ആം ആണ് ഉപയോഗിക്കുക. ആം അറ്റ് ഹോം, ഞാൻ വീട്ടിലാണ്. ആം ഓൺ ഡ്യൂട്ടി, ഞാൻ ഡ്യൂട്ടിയിലാണ്. ആം ഓൺ ലീവ്, ഞാൻ ലീവിലാണ്. ഇനി ഹി, ഷീ, ദാറ്റ്, ദിസ് ഒക്കെ വരുമ്പോൾ ഈസ് ആണ് ഉപയോഗിക്കുക, ആകുന്നു അല്ലെങ്കിൽ ആണെന്ന് പറയാൻ. അപ്പോൾ ഷീസ് മൈ ഫ്രണ്ട്, അവൾ എൻ്റെ സുഹൃത്താണ്. ഈസ് ഇൻ ദുബായ്, അവൻ ദുബായിൽ ആണ്. ഷീസ് ഓൺ വെക്കേഷൻ, അവൾ വെക്കേഷനിലാണ്. മൈ ബ്രദർ ഈസ് ഓൺ ഡ്യൂട്ടി, എൻ്റെ ബ്രദർ ഡ്യൂട്ടിയിൽ ആണ്. ഇനി യു, ദേ, വി ഒക്കെ വരുമ്പോൾ ആകുന്നു അല്ലെങ്കിൽ ആണെന്ന് പറയാൻ ആറാണ് ഉപയോഗിക്കുക. ദേ ആർ മൈ റിലേറ്റീവ്സ്, അവർ എൻ്റെ റിലേറ്റീവ്സ് ആണ്. ദേ ആർ ഓൺ വെക്കേഷൻ, അവർ വെക്കേഷനിൽ ആണ്. ദെൻ വി ആർ ഓൺ ദ ബസ്, ഞങ്ങൾ ബസ്സിൽ ആണ്. അപ്പോൾ യു, ദേ, വി ഒക്കെ വരുമ്പോൾ ആകുന്നു അല്ലെങ്കിൽ ആണെന്ന് പറയാൻ ആറാണ് ഉപയോഗിക്കുക. ഇനി ഇവയുടെ കൂടെയൊക്കെ പ്രവർത്തനം വരുമ്പോൾ ing ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോഴൊക്കെ മീനിങ് ചെയ്യുകയാണ് എന്നൊരാശയമാണ് വരിക. ആസ് എൻ എക്സാമ്പിൾ, ഐ ആം അറ്റൻഡിങ് എ മീറ്റിംഗ്, ഞാൻ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുകയാണ്. അപ്പോൾ പ്രസന്റ് കണ്ടിന്യൂസിന്റെ ഡെഫിനേഷൻ എന്നുള്ളത് ആൻ ആക്ഷൻ ഈസ് ഹാപ്പനിങ് അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ് ആണ്. ആ പറയുന്ന മൊമെന്റിൽ ആ പ്രവർത്തനം ചെയ്യുന്നുണ്ടാവും. ഐ ആം അറ്റൻഡിങ് എ മീറ്റിംഗ്. ഐ ആം ഹാവിങ് ബ്രേക്ക്ഫാസ്റ്റ്, ഐ ആം അറ്റ് ഹോം, ഞാൻ വീട്ടിലാണ്. ഐ ആം ഹാവിങ് ബ്രേക്ക്ഫാസ്റ്റ്, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഹി, ഷീ ഒക്കെ വരുമ്പോൾ ഈസ് ആണ് ഉപയോഗിക്കുക. ഷീ ഈസ് ഹാവിങ് ബ്രേക്ക്ഫാസ്റ്റ്, അവൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഹി ഈസ് ഡ്രൈവിങ്, അവൻ ഡ്രൈവ് ചെയ്യുകയാണ്. അപ്പൊ ഹി ഈസ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ശരിയല്ല, ഹി ഈസ് ഡ്രൈവിങ്. ഹി ഈസിന്റെ കൂടെ ing വരണം, അപ്പോഴാണ് ആ പ്രവർത്തനം ചെയ്യുകയാണെന്നായി. ഹി ഈസ് ഡ്രൈവിങ്, അവൻ ഡ്രൈവ് ചെയ്യുകയാണ്. ഇറ്റ് ഈസ് റെയിനിങ് ഹിയർ നൗ, ഇപ്പോൾ ഇവിടെ മഴ പെയ്യുകയാണ്. ആ പറയുന്ന മൊമെന്റിലും ആക്ഷൻ അവിടെ നടക്കുന്നുണ്ടാവും. ഇറ്റ് ഈസ് റെയിനിങ് ഹിയർ നൗ, ഇപ്പോൾ ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഈസ് റെയിനിങ് ഹിയർ നൗ. ഇനി അവിടെ ദേ ഒക്കെ വരുമ്പോൾ ആറാണ് ഉപയോഗിക്കുക. ദേ ആർ വാച്ചിങ് ഫിലിം ഓൺ TV. ദേ ആർ വാച്ചിങ് ഫിലിം ഓൺ TV, അവർ TV-യിൽ ഫിലിം വാച്ച് ചെയ്യുകയാണ്. ദേ ആർ സ്റ്റഡിയിങ്, അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ദേ ആർ സ്റ്റഡിയിങ് അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ്, അവർ ആ പറയുന്ന മൊമെന്റിൽ അവർ പഠിക്കുകയാണെന്നാണ്. ദേ ആർ സ്റ്റഡിയിങ്. ദെൻ വി ആർ കമ്മിങ്, ഞങ്ങൾ വരികയാണ്, ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വി ആർ കമ്മിങ് ബൈ ബസ്, ഞങ്ങൾ ബസ്സിൽ വരികയാണ്, ബസ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് മൈ ഫ്രണ്ട്സ് ആർ വെയിറ്റിംഗ് ഫോർ മീ, എൻ്റെ ഫ്രണ്ട്സ് എന്നെ വെയിറ്റ് ചെയ്യുകയാണ്. ദാറ്റ് മീൻസ് അപ്പോൾ ആം, ഈസ്, ആർ പ്ലസ് വെബ് ing ആണ് വരിക. ആ പ്രവർത്തനം ing ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ആം, ഈസ്, ആറിന്റെ കൂടെ ഉപയോഗിക്കുന്ന വെർബുകൾ. ഓക്കെ, ഈ ഇവയിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ എളുപ്പമാണ്. ഞാൻ പറഞ്ഞ ആം, ഈസ്, ആർ ഇവയുടെയൊക്കെ മീനിങ് ആകുന്നു അല്ലെങ്കിൽ ആണ് എന്നാണ്. അപ്പൊ അത് ഫസ്റ്റ് വരുമ്പോൾ എന്തായി, ആണോ എന്ന മീനിങ് വരും, ആണോ എന്ന ആശയത്തിലേക്കാവും വരിക. ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ആം എന്ന് പറയുമ്പോൾ ഞാൻ ആണ് എന്നാണ്. ഇപ്പൊ ആം ഐ എന്ന് പറയുമ്പോൾ ഞാൻ ആണോ എന്നാണ്, നമ്മൾ സ്വയം ചോദിക്കുന്ന പോലെയൊക്കെ ആവുന്നത് വരിക. ഇപ്പോൾ ഐ ആം അറ്റ് ഹോം, ഞാൻ വീട്ടിലാണ്. അപ്പൊ ആം ഫസ്റ്റ് വരുമ്പോൾ ആം ഐ അറ്റ് ഹോം, ഞാൻ വീട്ടിലാണോ. ആം ഐ കറക്റ്റ്, ഞാൻ പറഞ്ഞത് ശരിയാണോ എന്ന ആശയത്തിലാണ് ഇത് വരിക. അപ്പോൾ ഹി ഈസ് ഓൺ വെക്കേഷൻ, അവൻ വെക്കേഷനിലാണ്. അപ്പൊ ഈസ് ഫസ്റ്റ് വരുമ്പോൾ ഈസി ഓൺ വെക്കേഷൻ, അവൻ വെക്കേഷനിൽ ആണോ. ഈസ് യുവർ ഫാദർ അബ്രോഡ്, നിന്റെ ഫാദർ വിദേശത്താണോ. അപ്പോൾ ഈസ് ഫസ്റ്റ് വരുമ്പോൾ ഒക്കെ ആണോ എന്ന ആശയത്തിലേക്ക് വരും. ഈസ് യുവർ ഫാദർ അബ്രോഡ്. ഇനി പ്ലൂറൽ സബ്ജക്ട് വരുമ്പോഴോ അപ്പോഴും ആറായിരിക്കും വരിക. ആറ് ഫസ്റ്റ് വരുമ്പോൾ ആണോ എന്നോ. അപ്പൊ ദേ ആർ, അവർ ആണ്. ആർ ദേ ഓൺ ലീവ്, അവർ ലീവ് ആണോ, അവർ ലീവിലാണോ. ആൻഡ് ആർ യു ഓൺ ഡ്യൂട്ടി, നീ ഡ്യൂട്ടിയിലാണോ. ആർ യു ഔട്ട്സൈഡ്, നീ പുറത്താണോ.
യെസ്. അപ്പോൾ ആർക്ക് ഫസ്റ്റ് വരുമ്പോൾ ആണോ എന്നാണ് വരിക. ഓക്കെ, ആർ യുവർ ഫ്രണ്ട്സ് ഇൻ ദ ക്ലാസ്? നിന്റെ ഫ്രണ്ട്സ് ക്ലാസ്സിൽ ആണോ? അപ്പോൾ ആം, ഈസ്, ആർ ഇവയൊക്കെ ഫസ്റ്റ് വരുമ്പോൾ ആണോ എന്നാവും. അപ്പോൾ പ്രവർത്തനങ്ങൾ അങ്ങനെ തന്നെയാണ് വരിക. ഇതിന്റെ കൂടെ ING ഉപയോഗിക്കണം എന്നുള്ള. ഫോർ എക്സാമ്പിൾ, ആർ യു കമ്മിങ്? നീ വരികയാണോ, നീ വന്നുകൊണ്ടിരിക്കുകയാണോ? ആൻഡ് ഈസ് ഹി വെയിറ്റിംഗ് ഫോർ യു? അവൻ നിന്നെ വെയിറ്റ് ചെയ്യുകയാണോ? ഈസ് ഷീ അറ്റൻഡിങ് ദ ക്ലാസ്? അവൾ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ഈസ് ഇറ്റ് റെയിനിങ് ദർ നൗ? ഇപ്പോൾ അവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണോ? അപ്പൊ അതിന് ആൻസർ വരുമ്പോൾ യെസ് ഇറ്റ് ഈസ് റെയിനിങ് ഹിയർ. അതെ, ഇപ്പോൾ ഇവിടെ മഴ പെയ്യുകയാണ്. അപ്പോൾ ഈ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആം, ഈസ്, ആർ ഇവരൊക്കെ മീനിങ് ആകുന്നു അല്ലെങ്കിൽ ആണ് എന്നാണ്. ഫസ്റ്റ് വരുമ്പോൾ അത് ആണോ എന്നോ. അപ്പൊ ഈസ് ഇറ്റ് റെയിനിങ്? മഴ പെയ്യുകയാണോ? ഈസ് ഹി കമ്മിങ്? അവൻ വരികയാണോ? ഈസ് ഷീ ഈറ്റിംഗ് എനിത്തിങ്? അവൾ എന്തെങ്കിലും കഴിക്കുകയാണോ, കഴിച്ചുകൊണ്ടിരിക്കുകയാണോ? ഇനി ആർ നോട്ട് അല്ലെങ്കിൽ ഈസ് നോട്ട് ഒക്കെ വരുമ്പോൾ അല്ല എന്നാണ് ആശയം വരിക. Okay, let's look at some examples. Okay, I'm not on duty now. Am means ഞാനാണ്, I'm not ഞാൻ അല്ല. I'm not on duty now. ഇപ്പോൾ ഞാൻ ഡ്യൂട്ടിയിൽ അല്ല. I'm not on vacation now. ഇപ്പോൾ ഞാൻ വെക്കേഷനിൽ അല്ല. And he is not busy. അവൻ ബിസി അല്ല, അവൻ തിരക്കിലല്ല. Then she is not at home. She is not at home. അവൾ വീട്ടിൽ അല്ല. അപ്പോൾ ഈ she means അവൾ ആണോ, she is not അവൾ അല്ല, she is അവൾ ആണ് എന്നാണ് ആശയം വരുന്നത്. ഓക്കെ, ഇനി ദേ വരുമ്പോഴും അങ്ങനെ തന്നെ വരാം. ദേ ആരന്ത് ഇൻ ദുബായ്? അവർ ദുബായിൽ അല്ല. ദേ ആരന്ത് മൈ ഫ്രണ്ട്സ്? അവർ എൻ്റെ ഫ്രണ്ട്സ് അല്ല. വി ആർ നോട്ട് ഓൺ ലീവ് ടുഡേ? ഞങ്ങൾ ഇന്ന് ലീവ് അല്ല. വി ആർ നോട്ട് ഓൺ ലീവ് ടുഡേ. അപ്പൊ വി ആരന്ത്, വി ആർ നോട്ടിന് നമുക്ക് വി ആരന്ത് എന്ന് ചുരുക്കി പറയാം. വി ആരന്ത്. ഇനി ഇതിന്റെ കൂടെ പ്രവർത്തനങ്ങൾ വരുമ്പോൾ അത് ING ഉപയോഗിക്കണം എന്നാണ്. അപ്പൊ ആ പ്രവർത്തനം ചെയ്യുകയല്ല എന്നാവും വരാം. അപ്പോ ഐ എം നോട്ട് ഈറ്റിംഗ് ബ്രേക്ക്ഫാസ്റ്റ് നോ? ഇപ്പൊ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയല്ല. ഐ എം നോട്ട് റെസ്റ്റിംഗ് അറ്റ് ഹോം? ഞാൻ വീട്ടിൽ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല. ദെൻ ഹി ഈസ് നോട്ട് വാച്ചിങ് TV? അവൻ TV കണ്ടുകൊണ്ടിരിക്കുകയല്ല. ഹി ഈസ് നോട്ട് വാച്ചിങ്. ആൻഡ് ഷീ ഇസ്ന്റ് സ്റ്റഡിങ് നൗ? ഷീ ഇസ്ന്റ് സ്റ്റഡിങ്? അവൾ പഠിക്കുകയല്ല. ഷീ ഈസ് പ്ലേയിങ്? അവൾ കളിക്കുകയാണ്. അപ്പൊ ഇസ്ന്റ് മീൻസ് അല്ല എന്നാണ് ആശയം വരാം. ഇനി ദേ വരുമ്പോൾ അങ്ങനെ തന്നെ വരാം. ദേ ആരന്റ് ഗോയിങ് എനിവേർ? അവർ എങ്ങോട്ടും പോവുകയല്ല. ദേ ആരന്റ് വെയിറ്റിംഗ് ഫോർ അസ്? അവർ നമ്മെ വെയിറ്റ് ചെയ്യുകയല്ല. They are not playing football, they are playing cricket. They are not playing football. അവർ ഫുട്ബോൾ കളിക്കുകയല്ല. They are playing cricket. അവർ ക്രിക്കറ്റ് കളിക്കുകയാണ്. അപ്പോൾ ആരണ്ട്, ഇസന്റ് എന്നൊക്കെ പറയുമ്പോൾ അല്ല എന്നാണ് ആശയം വരുന്നത്. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇസന്റ് അല്ലെ? അപ്പോ ആരണ്ട് ഇവയൊക്കെ ഫസ്റ്റ് വരുമ്പോൾ അല്ലേ എന്നൊരാശയത്തിലേക്കാണ് അത് വരുന്നത്. ഓക്കെ, ഇപ്പോ ഇസന്റ് ഹി യുവർ ഫ്രണ്ട്? അവൻ നിന്റെ സുഹൃത്തല്ലേ? ഇസന്റ് ഫസ്റ്റ് വരുമ്പോൾ അല്ലേ എന്നോ? ഇസന്റ് യുവർ ഫ്രണ്ട്? Isn't he on vacation now? ഇപ്പോൾ അവൻ വെക്കേഷനിൽ അല്ലേ? ആൻഡ് ഇസ് ദാറ്റ് യുവർ മൊബൈൽ ഫോൺ? അത് നിന്റെ മൊബൈൽ ഫോൺ ആണോ? അല്ലേ? അപ്പോൾ isn't that your mobile phone? അത് നിന്റെ മൊബൈൽ ഫോൺ അല്ലേ എന്നായി. isn't that your mobile phone? ആൻഡ് isn't your father abroad? നിന്റെ ഫാദർ വിദേശത്തല്ലേ? അപ്പൊ isn't അല്ലെ, ആരണ്ട് ഇവയൊക്കെ ഫസ്റ്റ് വരുമ്പോൾ അല്ലേ എന്നൊരാശയത്തിലേക്കാണ് വരിക. ഇനി പ്ലൂറൽ സബ്ജക്ട് വരുമ്പോൾ നമുക്ക് ആറാണ് ഉപയോഗിക്കുക. അപ്പൊ ആറിന്റെ നെഗറ്റീവ് ആരണ്ടാണ്. ആരണ്ട് ഫസ്റ്റ് വരുമ്പോൾ അല്ലേ എന്നാവും വരാം. ഇപ്പോ aren't you at the office now? നീ ഇപ്പോൾ ഓഫീസിലല്ലേ? aren't you free now? ഇപ്പൊ നീ ഫ്രീ അല്ലേ? ആൻഡ് aren't they in Dubai? അവർ ദുബായിൽ അല്ലേ എന്നാണ് വരിക. aren't they in Dubai? ഇനി ഇവിടെയൊക്കെ പ്രവർത്തനങ്ങൾ വരുമ്പോൾ ഇവിടെ കൂടെ ആക്ഷൻ വരുമ്പോൾ അത് ING ആണ് ഉപയോഗിക്കുക. അപ്പോ isn't he coming? അവൻ വന്നുകൊണ്ടിരിക്കുകയല്ലേ? isn't he coming by bus? അവൻ ബസ്സിലല്ലേ വന്നുകൊണ്ടിരിക്കുന്നത്? ആൻഡ് isn't she studying? അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ആൻഡ് aren't you going to the office? നീ ഓഫീസിലേക്ക് പോവുകയല്ലേ? ആൻഡ് isn't it raining there? ഇപ്പോൾ അവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഇല്ലേ എന്നൊരാശയാണ് എന്ത് ചെയ്യാൻ നെഗറ്റീവ് ക്വസ്റ്റ്യൻ അവിടെ വരുന്നത്. ഓക്കെ, ഇനി ഇവയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട WH ക്വസ്റ്റ്യൻ ആണ്. WHന്റെ ഫോർമാറ്റ് നമുക്കറിയാം. WH ഓക്സിലറി സബ്ജക്ട്, അങ്ങനെയാണ് WH ക്വസ്റ്റ്യൻ ഫോർമാറ്റ്. അപ്പൊ ആദ്യം നമുക്ക് ആർ പ്ലസ് നൗൺ ഓർ അഡ്ജക്റ്റീവ് ഒന്ന് നോക്കാം. അപ്പോ വേർ ഈസ് ഹി? അവൻ എവിടെയാണ്? വേർ ഈസ് ഹി? ആൻഡ് ഹൂ ഈസ് ഹി? അവൻ ആരാണ്? അപ്പൊ ഓക്കെ, ആകുന്നു അല്ലെങ്കിൽ ആണ് എന്ന് തന്നെയാണ് ഇവിടെയും ആശയം വരുന്നത്. ഓക്കെ, ആൻഡ് വേർ ആർ ദേ? അവർ എവിടെയാണ്? വേർ ആർ ദേ? ആൻഡ് ഹു ആർ ദേ? അവർ ആരാണ്? ഹു ആർ ദേ? ആൻഡ് വൈ ആർ ദേ ആംഗ്രി? അവർ എന്തുകൊണ്ടാണ് ദേഷ്യത്തിൽ? അപ്പോ ഇവിടെയൊക്കെ മീനിങ് വരും എന്താണ്? ആകുന്നു അല്ലെങ്കിൽ ആണ് എന്ന് തന്നെയാണ് ആശയം വരുന്നത്. ഇനി ആക്ഷൻസ് വരുമ്പോൾ ആക്ഷൻ ING ആക്കി പറയണം എന്നാണ്. ING ഫോം, ജനറൽ ഫോം ഉപയോഗിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോ വാട്ട് ആർ യു ഈറ്റിംഗ്? നീ എന്താണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ വാട്ട് ആർ യു ഹാവിംഗ്? നീ എന്താണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്?
ആൻഡ് വാട്ട് ഈസ് ഷീ റീഡിങ്, അവൾ എന്താണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആം ഓർ ഈസ് ഓർ ആർ പ്ലസ് ing ചെയ്യുകയാണെന്ന്, അതിന്റെ WH വരുമ്പോൾ എന്ത് ചെയ്യുകയാണെന്ന് വരും. ഓക്കെ. ആൻഡ് ഹൗ ഈസ് ഹി കമ്മിങ്, അവൻ എങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്, ഹൗ ഈസ് ഹി കമ്മിങ്. ആൻഡ് ഹൗ ആർ ദേ ഡൂയിങ് ഇറ്റ്, അവർ എങ്ങനെയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദെൻ വേർ ആർ ദേ ഗോയിങ് ടു, അവർ എങ്ങോട്ടാണ് പോകുന്നത്, എങ്ങോട്ടാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ദെൻ അപ്പോൾ WH എന്താണ് ചെയ്യുകയാണ് അല്ലെങ്കിൽ എന്ത് ചെയ്യുകയാണ്, അല്ലെ എവിടെ ചെയ്യുകയാണ് എന്നൊക്കെയാണ് ആശയം അവിടെ വരുന്നത്. ഓക്കെ. അപ്പോൾ ഈ ക്ലാസ്സിന്റെ ചുരുക്കം ഇതാണ്, ആം ഓർ ഈസ് ഓർ ആർ പ്ലസ് ing വിച്ച് മീൻസ് ചെയ്യുകയാണ് എന്നാണ് ആശയം വരുന്നത്. ഓക്കെ. ഫസ്റ്റ് വരുമ്പോൾ ചെയ്യുകയാണോ എന്ന ആശയം വരും. ഈസന്റ് അല്ലെങ്കിൽ ആറിൻ്റെ ഒക്കെ എന്ന് വരുമ്പോൾ അല്ല, അല്ലെങ്കിൽ ചെയ്യുകയല്ല, ചെയ്തുകൊണ്ടിരിക്കുകയല്ല എന്നാണ് ആശയം വരുന്നത്. അപ്പൊ ഈ വീഡിയോ നമുക്ക് നിങ്ങൾ 1-2 തവണ ഇങ്ങനെ വാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും എങ്ങനെയാണ് അത് ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പൊ ഈ ഒരു ആശയം മനസ്സിലാവുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനും എഴുതാനും ഒക്കെ സാധിക്കുമെന്നുള്ളതാണ്. അപ്പൊ ഇനി ഇതിനെങ്ങനെയാണ് കൂടുതൽ നിങ്ങൾക്ക് ഫ്ലുവൻസിയിലേക്കും ആ സ്കില്ലിലേക്കൊക്കെ എത്തുക, അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന് കൂടെ നമ്പർ കൊടുക്കുന്നുണ്ട്, അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 1-to-1 ആയിട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ, 1 ടീച്ചർ ആൻഡ് സ്റ്റുഡൻറ് രൂപത്തിലൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് ലാംഗ്വേജ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏബിൾ ആക്കാൻ സാധിക്കും. ഓക്കെ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു വെരി മച്ച്.